ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനം പറയുന്നതും അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകം പറയുന്നതുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. രണ്ട് ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ഒന്നാമത്തത് AD 70 അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യെഹെസ്കേൽ 39, വെളിപ്പാട് 19, അതോടൊപ്പം തന്നെ വെളിപ്പാട് 16 അധ്യായത്തിലൊക്കെ നമുക്ക് ആ ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഗോഗ് മാഗോഗ് അല്ലെങ്കിൽ ലിറ്റിൽ സീസണിന്റെ അവസാനമുള്ള ഗോഗ് മാഗോഗിനെ കുറിച്ച് യെഹെസ്കേൽ 38, വെളിപ്പാട് 20:8, കൂടാതെ 2 എസ്ദ്രാസ് 13-ലും അതിന്റെ ചില വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഗോഗ് മാഗോഗ് യുദ്ധം മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിലേക്കാണോ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് വേഗത്തിൽ സംഭവിക്കാനുള്ളത് യേശുക്രിസ്തു തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് യോഹന്നാന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, മഹാപുരോഹിതനോട് പറഞ്ഞിരുന്നു ഞാൻ ആകുന്നു എന്ന്, അതായത് കർത്താവ് മശിയാണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ആണ് എന്നും ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ മാത്യു 16:28 വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിൽക്കുന്നവരിലുണ്ട് എന്നും കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഒരു തലമുറയെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് നമുക്കറിയാം. മാത്യു 24:34 വായിച്ചാലും ദിസ് ജനറേഷൻ ബൈ നോ മീൻസ് പാസ് അവേ, അതായത് ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല, ഇതൊക്കെ സംഭവിക്കുവോളം എന്ന് കൃത്യമായിട്ട് കർത്താവ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പഴയ നിയമത്തിലും അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും ഭൂമിയിലെ യെരുശലേമിനെ അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന യെരുശലേമിനെ വിശുദ്ധ നഗരം എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അന്നത്തെ ഭൂമിയിലെ യെരുശലേമിനെ വിളിക്കുന്നത് മഹാനഗരം എന്നാണ്. അപ്പം വിശുദ്ധ നഗരം എന്ന് വെളിപ്പാട് പുസ്തകം എന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ വിശുദ്ധന്മാരെ കുറിച്ച്, അതായത് വിശുദ്ധന്മാരെ ദൈവത്തിന്റെ ആലയത്തിന്റെ ഒരു തൂണാകും. അതോടൊപ്പം തന്നെ പുതിയ യെരുശലേമിനെയും വിശുദ്ധ നഗരം എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വെളിപ്പാട് 11:2 ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അതായത് ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക്, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടുമെന്നത് വിശുദ്ധന്മാരെ 42 മാസം അല്ലെങ്കിൽ 3.5 വർഷത്തോളം ഉപദ്രവിക്കുന്ന കാര്യം അല്ലെങ്കിൽ മഹാപീഡന കാലത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഭൂമിയിലെ അന്നത്തെ യെരുശലേമിനെ കൃത്യമായി മഹാനഗരം എന്ന വാക്കുകൊണ്ടാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായ സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. 2 സാക്ഷികളെ കുറിച്ചുള്ള കാര്യമാണ് ഈ പറയുന്നത്. വെളിപ്പാട് 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനെ കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെയാണ് ഒന്നാമത്തെ ഗോഗ് മാഗോഗ് യുദ്ധത്തില്, അതായത് കർത്താവ് തന്റെ വിശുദ്ധന്മാരെ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പ്രിയ നഗരത്തിലേക്ക്, അല്ലെങ്കിൽ അന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരഗിരിയായ സിയോനും അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്, ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പം കർത്താവിനെതിരെ യുദ്ധത്തിനായിട്ട് സർവ്വ രാജാക്കന്മാരും തിരിയുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് 16 പറയുന്നത്. അപ്പൊ ഇനി അന്നത്തെ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അന്നത്തെ യെരുശലേമിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് AD 70 ഈ രാജാക്കന്മാരെല്ലാം യുദ്ധത്തിനായിട്ട് പോയത് അന്നത്തെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിലേക്കല്ല, നേരെ മറിച്ച് ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അല്ലെങ്കിൽ പല ജാതികളിൽ നിന്ന് ശേഖരിച്ചവരെ കൊണ്ടുപോയ ഒരു പ്രദേശത്തേക്കാണ് ഈ രാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് കൂടി വരുന്നത്. അതും സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വെളിപ്പാട് 19 യെഹെസ്കേൽ 39 പറഞ്ഞിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് വെളിപ്പാട് 16 ഇവിടെ പറയുന്നത്. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. വെളിപ്പാട് 11 നമ്മൾ കണ്ടിരുന്നു, ഇസ്രായേൽ അന്നത്തെ യെരുശലേമിനെയാണ് മഹാനഗരം എന്ന് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായ സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ള മഹാനഗരം എന്നാണ് ഭൂമിയിലെ യെരുശലേമിനെ അന്ന് വിളിച്ചിരുന്നത്. അപ്പം ഇവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, തന്റെ വിശുദ്ധന്മാരെ ദൈവം കൂട്ടിച്ചേർത്തത്
അതുവരെ അല്ലെങ്കിൽ ഏറെ കാലമായി ജനവാസമില്ലാതിരുന്ന ഒരു സ്ഥലത്തേക്കാണെന്ന് എഹെസ്കേൽ 38 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് അന്നത്തെ ഇസ്രായേലിനെ കുറിച്ചല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ അന്നത്തെ ഇസ്രായേലിന് വരുന്ന ന്യായവിധി അല്ലെങ്കിൽ ജെറുസലേമിന് വരുന്ന ന്യായവിധിയെ കുറിച്ച് ആണ് നമുക്ക് ഈ വെളിപ്പാട് 16 നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം ദൈവം കൂട്ടിച്ചേർത്ത ജനങ്ങളുള്ള സ്ഥലത്തേക്കാണ് ഭൂരാജാക്കന്മാർ മുഴുവനും, ഇല്ലെങ്കിൽ ഈ അശുദ്ധാത്മാക്കൾ വശീകരിച്ച ഭൂരാജാക്കന്മാർ യുദ്ധത്തിനായിട്ട്, ദൈവത്തിനെതിരെയുള്ള യുദ്ധത്തിനായിട്ട് കൂടി വരുന്നത് എന്ന് നമുക്ക് എഹെസ്കേൽ 39, വെളിപ്പാട് 16, വെളിപ്പാട് 19 അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി എന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ വെളിപ്പാട് 16 കണ്ടിരുന്നു. നമുക്ക് യെശയ്യാ 34 വായിച്ചാൽ 6ാമത്തെ മുദ്ര തുറക്കുമ്പോൾ യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വ സൈന്യത്തോടും ക്രോധവുമുണ്ട്. അവൻ അവരെ ശപഥാർപ്പിതമായി കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിലെ സൈന്യമെല്ലാം മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. അപ്പൊ ഇത് ഒരേ സമയത്ത് ഫോളൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് വീണുപോയ ദൂതന്മാരെ കുറിച്ചും അതോടൊപ്പം തന്നെ അന്നത്തെ ജാതികളുടെ പട്ടണങ്ങളുടെ വീഴ്ചയെ കുറിച്ചുമാണ് ഈ നക്ഷത്രങ്ങൾ വീണു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഏതൊക്കെ ജാതികളാണ് അന്ന് വീണത്, അല്ലെങ്കിൽ എല്ലാ ജാതികളും വീണതിനെ കുറിച്ചുള്ള വാക്യങ്ങൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ആ ഒരു വാക്യങ്ങളിൽ റെഫറൻസ് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴും അതോടൊപ്പം തന്നെ 7ാമത്തെ ക്രോധ കലശം ഭൂമിയിൽ ഒഴിക്കുമ്പോഴും ഏകദേശം ഒരുപോലത്തെ കാര്യങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത് എന്ന് വെളിപ്പാട് 6ന്റെയും 16ന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. നമുക്ക് 7ാമത്തെ ക്രോധ കലശത്തെ നോക്കിയാൽ വലിയ ഭൂകമ്പം ഉണ്ടായി, ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ഇനി മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി എന്നതിന് പാരലായിട്ട് നമുക്ക് 6ാമത്തെ മുദ്രയിൽ കാണാൻ പറ്റുക അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അതായത് ജാതികളുടെ പട്ടണങ്ങളെയാണ് ഒരേ സമയത്ത് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അതിനുശേഷം സാത്താനും അതിന്റെ സൈന്യവും വീഴുന്നതിനെയും ഇതേ വാക്യം കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതും ഇവിടെ അർത്ഥമാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ സകല ദീപം ഓടിപ്പോയി, മലകൾ കാണാനില്ലാതെയായി എന്ന് വെളിപ്പാട് 16 കാണാൻ പറ്റും. വെളിപ്പാട് 6 വായിച്ചാലും എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അതായത് 6ാം മുദ്രയിൽ നടക്കുന്ന കാര്യങ്ങളും 7ാമത്തെ ക്രോധ കലശം ഒഴിക്കുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ് ഇവിടെ ഞാൻ പറയുന്നത്. വെളിപ്പാട് 12 ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതായത് നക്ഷത്രങ്ങൾ വീണു എന്ന് പറയുന്നത് ലിറ്ററൽ ആയിട്ട് ആകാശത്തിലെ ഫോളൻ ഏഞ്ചൽസിനെയും അതോടൊപ്പം തന്നെ ജാതികളുടെ പട്ടണങ്ങളെയും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് അവിടെ അവർ കാത്തിരിക്കുന്നത് പുതിയ യെരൂശലേമിന് വേണ്ടിയാണ്, വരുവാനുള്ള നഗരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവം കൈപ്പണിയായിട്ട് സൃഷ്ടിച്ച ഒരു സ്ഥലത്തേക്കാണ് അവർ പോകാനായിട്ട് കാത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അതായത് ഗോഗുമാഗോഗ് യുദ്ധം നടക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിനെതിരെ ഈ യുദ്ധത്തിനായിട്ട് പോയത് പഴയ ഇസ്രായേൽ അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേലിലെ യെരൂശലേമിനോ അല്ലെങ്കിൽ ഇസ്രായേൽ പർവ്വതത്തിലേക്കോ അല്ല, മറിച്ച് ദൈവം സകല ജാതികളെയും ശേഖരിച്ച് തന്റെ ഒരു വിശുദ്ധന്മാർ വസിക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഒരു സ്ഥലത്തേക്കാണ് അവിടെ യുദ്ധത്തിനായിട്ട് സകല രാജാക്കന്മാരും ദൈവത്തിനെതിരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഗലാത്യൻസ് 4:26 വായിച്ചാലും ഉയരങ്ങളിലുള്ള യെരൂശലേമോ സ്വതന്ത്രയാവുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ എന്നൊരു വാക്യം പറയുന്നുണ്ട്. അവിടെ നമുക്ക് അബ്രഹാമിന്റെ കഥയും ഹാഗറിന്റെ കഥയൊക്കെ പറഞ്ഞൊരു കമ്പാരിസൺ പോലെയാണ് ഇവിടെ പൗലോസ് ഇത് പറയുന്നത്. അപ്പൊ ഉയരത്തിലുള്ള യെരൂശലേമിനെയാണ് അവർ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം കൈപ്പണിയായിട്ട് സൃഷ്ടിച്ച സ്ഥലത്തേക്കാണ് കാത്തിരിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഭൂമിയിൽ മനുഷ്യരെ ശേഖരിച്ചുള്ള ഒരു ഇസ്രായേലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഹെസ്കേൽ 39ന്റെയും 38ന്റെയും അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഈ പൗലോസിന്റെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാതെ അന്നത്തെ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ദൈവം മഹാനഗരത്തിന്റെ കാര്യം ക്രോധത്തോട് പറഞ്ഞ മഹാനഗരത്തിലേക്കല്ല പിന്നെയും അവരെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സങ്കീർത്തനം 48 വായിക്കുമ്പോൾ ഉത്തരഗിരിയായ സിയോൻ ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ നമുക്ക് യെശയ്യാ 14:13 വടക്കേ അറ്റത്തുള്ള ഒരു മലയെ കുറിച്ച് പറയുന്നുണ്ട്, ഏറ്റവും ഉയരത്തിലുള്ള ഒരു പർവ്വതത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ്
ഭൂമിയുടെ അല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോൻ അബോട്ടായിട്ടാണ് ദൈവം അന്ന് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ശേഖരിച്ചുകൊണ്ട് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അന്ന് AD 70 യുദ്ധത്തിന് പോയതും ഇനി ലിറ്റിൽ സീസന്റെ അവസാനത്തിലുള്ള ഫൈനൽ ഗോഗുമാഗോഗ് യുദ്ധത്തിനും രാജാക്കന്മാർ അണിനിരക്കാൻ പോകുന്നതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ആ ഒരു മാപ്പിൽ നോക്കിയാലും മാഗോഗ് ദേശത്തെ കുറിച്ച് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഉൽപ്പത്തി 10:2 മാഗോഗ് അല്ലെങ്കിൽ അത് അന്നത്തെ യാഫേത്തിന്റെ പുത്രനാണ് മാഗോഗ് എന്നും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു മംഗോളിയ അല്ലെങ്കിൽ ചൈനീസ് പ്രദേശങ്ങളെയാണ് അന്നത്തെ മാഗോഗ് എന്ന് വിളിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വെളിപ്പാട് 16 പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഭൂതാത്മാക്കൾ അല്ലെങ്കിൽ പല പ്രവാചകളിൽ നിന്നും ബീസ്റ്റിൽ നിന്നും അതോടൊപ്പം തന്നെ ഉള്ള ഭൂതാത്മാക്കളെല്ലാം ചെന്ന് സകല രാജാക്കന്മാരെയും തെറ്റിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുത്തുന്ന ആ ഒരു യുദ്ധം AD 70 നടന്നതിനെയാണ് ഒന്നാമത്തെ ഗോഗുമാഗോഗ് യുദ്ധമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെളിപ്പാട് 19, എഹെസ്കേൽ 39 മുതലായ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഹെസ്കേൽ 39 നമുക്ക് ഈ ഒരു യുദ്ധത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ കാണാനായിട്ട് പറ്റും. നിന്നിൽ 1/6 ശേഷിപ്പിച്ച്, അതായത് യുദ്ധത്തിന് പുറപ്പെടുന്നവരിൽ 1/6 മാത്രമേ ദൈവം ശേഖരിച്ച ആ ജനതകൾ വസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൂടാതെ നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുകു മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കുക. നമുക്ക് ഇതിന് പാരലലായിട്ടുള്ള വാക്യം വെളിപ്പാട് 19 കാണാനായിട്ട് പറ്റും. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചും വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മരിക്കുന്നു. നമുക്ക് ഇതേ വാക്യം വെളിപ്പാട് 14 കാണാൻ പറ്റും. അതായത് ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കൊല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്നും രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. അതായത് ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വരുന്നവരെ ദൈവം ന്യായം വിധിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് 14 പറയുന്നത്. അത് തന്നെയാണ് വെളിപ്പാട് 19 പറയുന്നത്. അതായത് ജാതികളെ വെട്ടുവാൻ അല്ലെങ്കിൽ കിങ്ഡം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിനെതിരെ യുദ്ധത്തിന് വരുന്ന സൈന്യത്തെ ദൈവം തകർക്കുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എഹെസ്കേൽ 39 കണ്ടതിന്റെ പാരലലായിട്ടുള്ള വാക്യങ്ങളാണ് വെളിപ്പാട് 19 നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. വെളിപ്പാട് 19 16-17 വാക്യങ്ങൾ വായിച്ചാൽ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിനെന്ന് ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും ഒരു ദൂതൻ സൂര്യനിൽ നിന്ന് പറയുന്നതാണ് ഇവിടെ കാണാനായിട്ട് പറ്റുക. എഹെസ്കേൽ 39 വെളിപ്പാട് 19 പാരലലായിട്ട് നമുക്ക് മാത്യു 24 അല്ലെങ്കിൽ ഒലിവുമലയിൽ വെച്ച് പറഞ്ഞതിൽ നിന്ന് ഈ ഒരു വാക്യം മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഒരു വാക്യം മാത്രമാണ് ദൈവത്തിനെതിരെയുള്ള യുദ്ധത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്യു 24 ഡിഫൈൻ ചെയ്യുന്നത്. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്നുള്ളത് അത് നമുക്ക് എഹെസ്കേൽ 39 റെവലേഷൻ 19 കാണാനായിട്ട് പറ്റും. എഹെസ്കേൽ 39 വരുമ്പോൾ സകല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ട ജനവുമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ജനവുമായിട്ട് ദൈവത്തിന്റെ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനെതിരെ യുദ്ധത്തിന് വരുന്ന സൈന്യങ്ങൾക്കെതിരെയുള്ള ക്രോധത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്കെതിരെ ദൈവം തീ അയക്കുന്നതിനെ കുറിച്ചുമുള്ള വാക്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. സകല രാജാക്കന്മാരും കർത്താവിനെതിരെ യുദ്ധത്തിനായിട്ട് കൂടി വരുമ്പോൾ അവർ കൊണ്ടുവന്ന ആയുധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രാജാക്കന്മാരും അവരുടെ സൈന്യവും കൊണ്ടുവന്ന ആയുധങ്ങൾ 7 വർഷത്തോളം ആ ഇസ്രായേൽ ജനം ഇവരെ തീ കത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എഹെസ്കേൽ 39 നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൂടാതെ ആ വന്നു വീണവരുടെ എല്ലാവരുടെയും ശവമെല്ലാം അടക്കാൻ 7 മാസത്തോളം വേണ്ടിവരുമെന്ന് എഹെസ്കേൽ 39 പറയുന്നുണ്ട്. മുൻപ് ഞാൻ വെളിപ്പാട് 19 കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഒരു ദൂതൻ നിന്ന് ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും മഹാദൈവത്തിന്റെ വിരുന്നനായിട്ട് വരുവിൻ പറയുന്നതിന് പാരലലായിട്ടുള്ള വാക്യം ഇവിടെ 17-18 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എഹെസ്കേൽ 39 മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലമുകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതെല്ലാം പാരലലായിട്ട് കാണാനായിട്ട് പറ്റുന്ന കാര്യമാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും, ബാശാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തി വരുവോളം മേധസ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും.
ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പടയാളികൾക്കും ശക്തന്മാർക്കും കുതിരകൾക്കും കുതിരപ്പടയാളികൾക്കും അടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാക്കും. അപ്പൊ നമുക്ക് വെളിപ്പാട് 14-ൽ ദൈവത്തിന്റെ ക്രോധം വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മുന്തിരിക്കൊല അറക്കുക, അത് ചക്കിലിട്ട് ഇത് ചെയ്യുമ്പോൾ ഏകദേശം 200 നാഴിക ദൂരത്തോളം ആ രക്തം ചെന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തിനെതിരെ യുദ്ധത്തിന് പോയ സൈന്യത്തെ ദൈവം ന്യായം വിധിക്കുന്നതിനെ കുറിച്ചുള്ള ക്രോധം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം വരുന്നതിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ്, ആ ഒരു രാജാക്കന്മാർക്ക് ദൈവക്രോധം വരുന്നതിനെ കുറിച്ചുള്ള വാക്യങ്ങളാണ് നമുക്ക് എഹെസ്കേൽ 39, വെളിപ്പാട് 19, അതോടൊപ്പം തന്നെ വെളിപ്പാട് 16-ലും കാണാനായിട്ട് പറ്റുക. വെളിപ്പാട് 14-ലും അതിന്റെ ആ ഒരു ക്രോധത്തിന്റെ കുറിച്ചുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും, ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. നമുക്കറിയാം, ഇസ്രായേൽ തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അന്ന് 10 ഗോത്രങ്ങൾ BC 700-നോടടുത്ത് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ചിതറിപ്പോയതിന്റെ കാരണമെന്ന് പറയുന്നത് അവർ കർത്താവിനെ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ്. എന്നാൽ ദൈവമായിട്ട് തന്നെ അവരെ കൂട്ടിച്ചേർക്കും എന്നുള്ളൊരു വാഗ്ദത്തം നമുക്ക് മോശയുടെ പുസ്തകം മുതലേ കാണാനായിട്ട് പറ്റും. അപ്പം അത്തരത്തിലുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ്, അല്ലെങ്കിൽ സകല ജാതികളിലും ചിതറിപ്പോയ തന്റെ ജനം, അല്ലെങ്കിൽ വിശുദ്ധ ജനം, അത് കർത്താവിന് ശേഷം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ സുവിശേഷം സർവ്വഭൂതലത്തിലും എത്തിയപ്പോൾ ആ ചിതറിപ്പോയവരും അതോടൊപ്പം തന്നെ ദൈവത്തിൽ വിശ്വസിച്ചവരുമായ എല്ലാ വിശുദ്ധരെയും കൂട്ടിവരുത്തുന്നു എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. അവർക്കെതിരെയാണ് ഭൂരാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് എഹെസ്കേൽ 39, വെളിപ്പാട് 19 യുദ്ധത്തിനായിട്ട് കൂട്ടിവരുന്നത്. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എന്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്നവർ അറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിനയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനി മറക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് ഈ വാക്യങ്ങൾ കാണാൻ പറ്റും ദൈവം തിരിച്ച് കൂട്ടി വരുത്തുന്നതായിട്ട്. നമുക്ക് വെളിപ്പാടിലെ 19-ാമത്തെ അധ്യായമായിട്ടാണ് ഇതിന് കണക്ഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വെളിപ്പാട് 16 വായിച്ചു കഴിഞ്ഞാൽ പഴയ ഇസ്രായേൽ, അല്ലെങ്കിൽ ആദിമ ഇസ്രായേലുമായിട്ട് ഇതിന് ബന്ധമില്ല. കാരണം മഹാനഗരത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ വെളിപ്പാട് 11, വെളിപ്പാട് 16, അല്ലെങ്കിൽ 7-ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ കണ്ടു. അപ്പം അതിനുശേഷം ദൈവം തൻ്റെതായ, അല്ലെങ്കിൽ ദൈവമായിട്ട് സൃഷ്ടിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഞാൻ വിശ്വസിക്കുന്നത് സങ്കീർത്തനം 48 പറയുന്ന ഉത്തരഗിരിയായ സിയോനും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ നഗരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ തന്നെയാണ് പുതിയ യെരൂശലേം വരുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ ഇനി വരാൻ പോകുന്നതും അങ്ങോട്ടേക്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ നമ്മൾ വായിച്ചത് എഹെസ്കേൽ 39-ാം അധ്യായമാണ്, അതായത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ള യുദ്ധത്തെ കുറിച്ചാണ്. എന്നാൽ എഹെസ്കേൽ 38, വെളിപ്പാട് 20, 8, 9 പറയുന്ന വാക്യം 1000 ആണ്ടിന് ശേഷം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ആ അഴിച്ചുവിട്ടപ്പോൾ സാത്താൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. നമ്മൾ വെളിപ്പാട് 16 വായിച്ചപ്പോൾ മനസ്സിലായിരുന്നു, ഗോഗ് മാഗോഗ് എന്നാണ് യുദ്ധത്തിന്റെ പേര്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും സകല ഭൂരാജാക്കന്മാരും ദൈവത്തിനെതിരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുത്തി, അല്ലെങ്കിൽ 3 അശുദ്ധാത്മാക്കൾ ചേർന്ന് സകല രാജാക്കന്മാരെയും വശീകരിച്ചു എന്ന് കാണാം. ഫൈനൽ ഗോഗ് മാഗോഗിലും അങ്ങനെ തന്നെയാവും. അതായത് സകല ഭൂരാജാക്കന്മാരും ദൈവത്തിനെതിരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരും, അല്ലെങ്കിൽ കൂടിച്ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഇവിടെ പ്രിയ നഗരം എന്ന് പറയുന്നത് ഒരുപക്ഷെ പുതിയ യെരൂശലേം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു അന്യഗ്രഹ പേടകം എന്നൊക്കെ പറഞ്ഞാവാം. കുറെ കാലങ്ങളായിട്ട് തന്നെ UFO റിലേറ്റഡ് വാർത്തകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഏലിയൻ ത്രെറ്റ് ആയിട്ട് നമ്മളെ നമ്മളെടുത്ത്, അല്ലെങ്കിൽ മനുഷ്യരെ വഞ്ചിച്ചാവാം ദൈവത്തിനെതിരെ പിന്നെയും അവർ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുന്നത്. അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറയുന്നത് ഉത്തരഗിരിയായ സിയോനും അതിനു ചുറ്റുമുള്ള ഒരു ശാന്തമായ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ഭൂമിയുടെ മധ്യേ വസിക്കുന്ന ഒരു പ്രദേശത്തെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പം വെളിപ്പാട് 20-7, അല്ലെങ്കിൽ സാത്താൻ അല്പകാലത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നടക്കാനുള്ളത് ഒരു ഗോഗുമാഗോഗ് യുദ്ധം. അവിടെ സകല ഭൂരാജാക്കന്മാരും ദൈവത്തിനെതിരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുന്ന, അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ഒരു യുദ്ധമാണ്. അതിനുശേഷം ന്യായവിധിയാണ്. നമുക്ക് വെളിപ്പാട് 20-15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഫൈനൽ ജഡ്ജ്മെന്റ്, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കൂ എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയിൽ കൂടിയാണ് നമുക്ക് രക്ഷ കിട്ടുക. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ബൈബിൾ വായിക്കുക. ഇത്രയും ഡിസെപ്ഷൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ ദൈവവചനത്തിനോട് ചേർന്ന് നിൽക്കുക, ദൈവവചനം മാത്രം വിശ്വസിക്കുക. കൂടുതലായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.